ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1712. ഇന്ന് സെപ്റ്റംബർ മാസം 7-ാം തീയതി. ഈ ആണ്ടിലെ 251 ദിവസമാണ്. 8 നോമ്പിന്റെ 7-ാം ദിനമാണ്. മറിയാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. മറിയമെന്ന അമ്മയുടെ ആ സഹനങ്ങളെയൊക്കെ ബലപ്പെടുത്തിയതും സഹനങ്ങൾക്ക് തന്നെ തന്നെ പ്രാപ്തിയാക്കിയതും ഈ ഒരു ഗാഢമായ ആഴപ്പെട്ട ധ്യാനവും മൗനവും തന്നെയാണ്. സംശയമൊന്നുമില്ല. വിശുദ്ധനായ സുവിശേഷകൻ ലൂക്കോസ് 2-ാം അധ്യായത്തില് 2 വട്ടമാണ് മറിയുടെ ആ ഹൃദയത്തിലെ ഈ ഗാഢമായ വിചാരത്തെയും ആലോചനയും തുടർന്നുള്ള മൗനത്തെയും ധ്യാനത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. 19-ാമത്തെ വചനവും 51-ാമത്തെ വചനവും മറിയുടെ ജീവിതത്തില് ആരംഭത്തില് തുടങ്ങുന്ന ആ മൗനവും ധ്യാനവും അവസാനത്തോളം നിലനിർത്തുന്നുണ്ട്. ഇതെന്തിന് സംഭവിച്ചു എന്ന് മറിയത്തിന് ആ ദിവസം 1000 തവണ ദൈവത്തോട് ചോദിക്കാമായിരുന്നു. ഇതെന്തിന് എന്റെ ജീവിതത്തില് ഇങ്ങനെയൊക്കെ സംഭവിച്ചു? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ആ പകലും രാത്രിയുമൊക്കെ ഇങ്ങനെ ദൈവത്തോട് 1000 തവണ ചോദിക്കാനായിട്ട് സാധിക്കുന്ന, നിർബന്ധിക്കുന്ന എത്രയോ സാഹചര്യങ്ങളിലൂടെ മറിയം കടന്നുപോയി. സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞ് അവയെ നമുക്ക് ലഘൂകരിക്കാൻ പറ്റില്ല. എന്തുമാത്രം അപമാനങ്ങളിലൂടെ മറിയം കടന്നുപോയി, എന്തുമാത്രം തിരസ്കരണങ്ങളിലൂടെ, അവഗണനകളിലൂടെ, അവഹേളനകളിലൂടെയൊക്കെ മറിയം കടന്നുപോയി. ഏറ്റവും സ്വകാര്യതയിൽ സുരക്ഷിത ബോധത്തോടെ സംഭവിക്കണമെന്ന് ഏത് സ്ത്രീയും ആഗ്രഹിക്കുന്ന ആ തീവ്ര വേദനയുടെ ആ ഈറ്റുനോവിന്റെ സമയത്ത് അവൾക്ക് അത്തരമൊരു സ്വകാര്യതയോ സുരക്ഷിതത്വമോ ഒന്നും കിട്ടിയില്ല. നമ്മുടെ മാനുഷികമായ നോട്ടത്തില് അവൾ നിസ്സഹായതയോടുകൂടി സ്വർഗത്തിലേക്ക് എത്ര തവണ മിഴി വായിച്ചിട്ടുണ്ടാവും. ശരിക്കും കൈവിരൽ ചൂണ്ടി ഇതെന്തിനാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് 1000 തവണ നിലവിളിക്കാമായിരുന്നു. ഭാര്യയ്ക്ക് പ്രസവിക്കാൻ ഇടം കണ്ടെത്താനാവാതെ ഏറ്റവും നിസ്സഹായനായ യൗസേപ്പിന്റെ ജീവനെ തന്നെ തകർത്ത് കളയാനായിട്ട് മറിയത്തിന്റെ ഒരു നോട്ടം മാത്രം മതിയായിരുന്നു. പോരാ, അവിടം കൊണ്ട് ഒന്നും തീരുന്നില്ല. പ്രസവിച്ച രാത്രി തന്നെ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ച് ജീവരക്ഷാർത്ഥം പലായനം ചെയ്യേണ്ടി വരുമ്പോൾ ആർക്കാണ് ഉള്ളിലഞ്ഞു പോകാത്തത്? എന്നാൽ മറിയം എന്ന അമ്മയാകട്ടെ മറു ചോദ്യങ്ങളില്ലാതെ സ്വർഗത്തിന്റെ നിർദ്ദേശങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു. അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്യുകയാണ്. മറിയം നമുക്കും നല്ലൊരു മാതൃകയാണ്. മൗനമാകാനും മൗനത്തിൽ നിന്ന് ആ ഗാഢമായ ശ്രേഷ്ഠമായ ഒരു ധ്യാനത്തിലേക്ക് പ്രവേശിക്കാനും പിന്നീട് പ്രകാശിതരാകാനും. ആമേൻ.